ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പനിപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നിലവിൽ നമ്മുടെ ശ്രുതിയുടെയും വർഷയുടെയും താലിമാറ്റൽ ചടങ്ങൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ചടങ്ങിനിടയ്ക്ക് നമ്മുടെ സച്ചിയെയും രവിയെയും പരമാവധി ഉപദ്രവിക്കുവാനായിട്ടൊക്കെ മഹിമയും മധുസൂദനും കൂട്ടത്തിൽ തന്നെ ശ്രുതിയും കൂടുന്നുണ്ടല്ലേ. എന്നാൽ ഇവരുടെ എല്ലാം തന്നെ പരിശ്രമം വിഫലമാവുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇങ്ങനിടയ്ക്ക് സച്ചി മൂലം ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരും പറഞ്ഞിട്ട് വർഷയെ എന്നേക്കുമായിട്ട് തൻ്റെ വീട്ടിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് മധുസൂദനും മഹിമയും കളിക്കുന്നത്. എന്നാൽ ശ്രുതി ചെയ്യുന്നതിൻ്റെ കാരണം താലിമാറ്റ ചടങ്ങിന് നിർബന്ധമായിട്ടും അച്ഛൻ പങ്കെടുക്കണമെന്ന് നമ്മുടെ ചന്ദ്ര ശ്രുതിയോടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഈ ഒരു ചടങ്ങിൻ്റെ സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയും അത് സച്ചി മൂലം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചടങ്ങിൻ്റെ സമയത്ത് അച്ഛൻ ഈ ഒരു പ്രശ്നം അറിഞ്ഞുവെന്നും ഈ ഒരു കുടുംബവുമായിട്ട് തനിക്ക് യാതൊരുവിധ ബന്ധവും നിലനിർത്താൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണങ്ങിപ്പോയി എന്നൊക്കെ പറയാമെന്ന് കരുതിക്കൊണ്ടാണ് നമ്മുടെ ശ്രുതി എന്നത്. അതിനു വേണ്ടിയിട്ടാണ് ദാമുവിനെ കൊണ്ടുവരുന്നത്. എന്നാൽ തൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടമാകുന്ന രീതിയിലാണ് അവിടെ സംഭവിക്കുന്നത് അല്ലേ. ദാമു പരമാവധി തന്നെ സച്ചിയെ വെള്ളം പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചി അതിൽ നിന്നെല്ലാം തന്നെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പ്ലാനിങ് എല്ലാം തകർന്നു നിൽക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ മധുസൂദനും മഹിമ കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വർഷയെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് രേവതി വർഷയുടെ റൂമിലേക്കായിട്ട് ചെല്ലുന്നത്. ഈ ഒരു സമയത്ത് അവിടെ ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് വർഷയുടെ പൂമാലയിലായിട്ട് വർഷയുടെ നെക്ലേസ് കുടുങ്ങിക്കിടക്കുന്നത് രേവതി കാണുന്നത്. അത് വിടിവിച്ചെടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് മധുസൂദൻ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ പ്രതീക്ഷിക്കാത്ത നേരത്തെ രേവതിയെ കാണുമ്പോഴത്തേക്കും നീ എന്താ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് വർഷയുടെ ഒരു സ്വർണ്ണമാല പൂമാലയിൽ ഉടക്കി അതൊന്ന് വിടിയിച്ചിട്ട് വേണം വർഷയ്ക്ക് കൊണ്ടേ കൊടുക്കാൻ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് മധുസൂദനൻ മനഃപൂർവ്വം തന്നെ രേവതിയെ കള്ളിയാക്കാണല്ലേ. എന്നാൽ രേവതി സത്യാവസ്ഥകളെല്ലാം തന്നെ മധുസൂദനോട് പറയുന്നുണ്ടെങ്കിലും പലതവണയായിട്ട് സച്ചി കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ട് നടക്കാതിരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്ലാൻ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യണം, ഇതിനു മൂലം തന്നെ സച്ചിയെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിക്കണം എന്നൊക്കെ കരുതിക്കൊണ്ട് തന്നെ മധുസൂദനൻ രേവതി കള്ളിയാണെന്ന് തന്നെ പറയാട്ടെ. ഈ ഒരു ഒച്ചപ്പാടും ബഹളം കേട്ടുകൊണ്ട് തന്നെ മഹിമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് മധുസൂദന്റെ തന്ത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മഹിമയും പരമാവധി രേവതിയെ കുറ്റപ്പെടുത്താണ്ടായി. ഈ സമയത്ത് സങ്കടം സഹിക്കാതെ തന്നെ രേവതി പുറത്തേക്ക് ഓടി ചെല്ലുകയാണ്. വേഗം ചെല്ലുന്നത് സച്ചിയുടെ അടുത്തേക്കാണ്. സച്ചിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന കാഴ്ച കാണുമ്പോഴത്തേക്കും രവിയും സച്ചിയും എല്ലാം തന്നെ കാര്യം തിരക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് മധുസൂദനും മഹിമയും വന്നിട്ട് രേവതി തന്റെ മകളുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രവിയും അതുപോലെ തന്നെ സച്ചിയും പരമാവധി തന്നെ മധുസൂദന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. രേവതി അങ്ങനെ ഒരു പെൺകുട്ടിയല്ല, അധ്വാനിച്ച് ജീവിക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ മനഃപൂർവ്വം തന്നെ രേവതിയെ കള്ളിയാക്കാണ്. മാത്രമല്ല രേവതി മോഷ്ടിച്ചുകൊണ്ട് വരുന്ന പണം കൊണ്ടാണ് സച്ചി വെള്ളമടിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്രയും നേരം ക്ഷമിച്ച് നിന്ന സച്ചിയുടെ എല്ലാ കൺട്രോളും വിട്ടുകൊണ്ട് സച്ചി ഉടനെ തന്നെ നിന്ന് മധുസൂദനൊക്കെ രണ്ട് പൊട്ടിക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മുടെ ശ്രീകാന്ത് വർഷയെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ സച്ചിനെ മാറ്റി നിർത്തുന്നുണ്ട് ശ്രീകാന്ത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് സച്ചിയായിട്ട് എന്ത് പണിയെ കാണിച്ചെന്ന് ചോദിക്കുന്ന സമയത്ത് നീ നിന്റെ അമ്മായച്ചനോട് ചോദിക്കണം, നീ അയാളോട് ചോദിച്ചേക്കാം, അയാളുടെ സ്വഭാവം കാരണം അയാൾക്ക് ഇങ്ങനെ രണ്ട് തല്ല് കിട്ടിയെന്നൊക്കെ പറയുമ്പം തൻ്റെ ജീവന തുല്യ സ്നേഹിക്കുന്ന അച്ഛനെ തൻ്റെ മുന്നിൽ വെച്ച് തല്ലിയതുകൊണ്ട് ആ ഒരു ദേഷ്യം മുഴുവനും നമ്മുടെ സച്ചിയോടായിട്ട് വർഷ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ വർഷയുടെ ചോദ്യത്തിനെല്ലാം തന്നെ നല്ല തക്ക മറുപടിയും നമ്മുടെ സച്ചി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രേവതിയെ കൂട്ടിക്കൊണ്ട് സച്ചി അവിടെ നിന്ന് വിട്ടിറങ്ങുകയാണ്. പിന്നീട് നമ്മുടെ ശ്രീകാന്തിനോടായിട്ട് വർഷയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരാൻ പറയുന്ന സമയത്ത് വർഷ താനി ആ വീട്ടിലേക്ക് വരികയില്ല എന്നും പറഞ്ഞുകൊണ്ട് പിണങ്ങി പോവാണ് കേട്ടോ. പോകുന്നതിന് മുന്നേ തന്നെ രവി ശ്രീകാന്തിനോടായിട്ട് പറയുന്നത് നീ വരുന്ന സമയത്ത് വർഷമോളെയും കൂട്ടിക്കൊണ്ട് വേണം വരാൻ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ അന്നേ ദിവസം നമ്മുടെ ശ്രീകാന്ത് വർഷയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. വർഷയെ വീട്ടിൽ നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, അവിടെ നിന്നതിന് ശേഷം രാത്രിക്ക് തന്നെ നമ്മുടെ വർഷയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ശ്രീകാന്ത് ശ്രമിക്കുന്നുണ്ടെന്ന്. എന്നാൽ ശ്രീകാന്തിൻ്റെ ആയിട്ടുള്ള വീട്ടിലേക്ക് താൻ വരികയില്ല എന്ന് വർഷ ഉറച്ച തീരുമാനം തന്നെ പറയുകയാണ്. അങ്ങനെ ശ്രീകാന്തിന്റെ വർഷയുടെ ജീവിതത്തിനിടയിൽ ചെറിയൊരു വിള്ളൽ വീഴുന്നുണ്ട്. അങ്ങനെ പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് മധുസൂദനൻ പിടിച്ചു നിർത്താൻ നോക്കുന്നത്. എന്നാൽ നമ്മുടെ സച്ചിയുടെ നിരപരാധിത്വം നമ്മുടെ ശ്രീകാന്തിന് അറിയില്ല. സച്ചിയുടെ സ്വഭാവം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ സച്ചിയെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നമ്മുടെ ശ്രീകാന്ത് സംസാരിക്കുന്നത്. ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ വർഷ ഡബിങ് സ്റ്റുഡിയോയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് മധുസൂദനും മഹിമയും തടഞ്ഞു നിർത്താണ്ട് നീ ഇനി പുറത്തൊന്നും പോകണ്ട, നിനക്ക് ഇട്ടുമൂടാനുള്ള സ്വത്തുക്കൾ ഇവിടെയുണ്ട്, പിന്നെ നീ എന്തിനാ ഇങ്ങനെ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതെൻ്റെ പ്രൊഫഷനാണമ്മേ, എനിക്ക് ഇതിനോട് വളരെയധികം താല്പര്യമാണ്, അല്ല പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ രണ്ടുപേരും ധിക്കരിച്ചിട്ട് ജോലിക്കായിട്ട് പോകുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. ഇതിനിടയിൽ തന്നെ നമ്മുടെ ചന്ദ്ര ശ്രീകാന്തും വർഷയും വീട്ടിലില്ലാത്തതിൻ്റെ പേരിൽ പട്ടിണിയെ കിടക്കുന്നുണ്ട്. അവർ വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിരാഹാര സമരമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ നമ്മുടെ ശ്രീകാന്തിന് കൊറിയർ വരുന്ന സമയത്ത് രവി വേഗം തന്നെ വിളിച്ചപ്പോൾ മോനെ ശ്രീകാന്ത് നിനക്ക് കൊറിയർ വന്നു എന്ന് പറയുന്ന സമയത്താണ് ശ്രുതി പറയുന്നത് അച്ഛന് അവനിവിടെ ഇല്ലല്ലോ, അവൻ്റെ ഭാര്യ വീട്ടിലല്ലേ എന്ന് പറയുന്നത്. ശ്രീകാന്ത് ഇല്ലാത്തതിന് വലിയ വിഷമം തന്നെ നമ്മുടെ രവിക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രേവതി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏത് വിധേനയും ശ്രീകാന്തിനെയും വർഷയും വീട്ടിലേക്ക് കൊണ്ടുവരണം, അതിനു വേണ്ടി തന്നെ പ്രയത്നിക്കുകയാണ്. രേവതി നേരെ വർഷയെ പോയി കണ്ടതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നത്. എന്നാൽ വർഷ ഇതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല കേട്ടോ. വർഷ തൻ്റെ അച്ഛൻ്റെ ഭാഗത്താണ് ശരിയെന്ന രീതിക്ക് സംസാരിക്കുന്ന സമയത്ത് അന്നുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ കരഞ്ഞുകൊണ്ട് തന്നെ രേവതി പറയുമ്പോഴത്തേക്കും വർഷയ്ക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലാവുകയാണ്.
അങ്ങനെ നമ്മുടെ രേവതി തന്നെ മുൻകൈ എടുത്തിട്ടാണ് വർഷ തിരികെ വീട്ടിലേക്ക് വരുന്നതും ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ വർഷ മനസ്സിലാക്കുന്നതും. രേവതി കള്ളത്തരം കാണിക്കില്ല എന്ന് വർഷയ്ക്കറിയാം. എന്നിരുന്നാലും അന്നുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ നമ്മുടെ രേവതി പറഞ്ഞു കൊടുക്കുകയും പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.